ഹായ് നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് സൂളഗിരി ആണ്, തമിഴ്നാട്ടിൽ. അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ അകത്തോട്ട്. ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. ഈ വർക്ക്ഷോപ്പിൻ്റെ കുറച്ച് വർക്കുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്കുള്ള ഇടവേളകളിൽ നമുക്ക് ദാഹം തീർക്കാനും എന്താ പറയുക, വിശപ്പടക്കാനുമുള്ള ഫ്രൂട്ട്സ് ഇവിടെ തന്നെയുണ്ട്. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ മാമ്പഴം തന്നെയാണ് കാണുന്നില്ല. ഈ നിറച്ചും കാണുന്നത് നമ്മുടെ മാവിൻ തോട്ടങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവർ വന്ന് മൊത്തം വിളവ് പറിച്ചിട്ട് പോയി ലോഡ്. അപ്പോൾ പറിക്കാൻ ബാക്കി വെച്ച കുറച്ച് ഇതുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ സബ്സ്ക്രൈബും ചെയ്ത് ആ ഓൾ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയായിരിക്കും. ഇത് കണ്ടോ, നിറയെ മാങ്ങകൾ. ഇത് ബെഡ് ചെയ്ത മാവാണ് കേട്ടോ. ബെഡ് ചെയ്ത മാവിൽ ഒരു മാവിൽ തന്നെ 2-3 തരം ടേസ്റ്റിലുള്ള മാങ്ങകളൊക്കെ ഉണ്ട്. കണ്ടോ, നിറയെ. ഇത് പറിക്കുന്നതിനും നമുക്ക് കഴിക്കുന്നതിനൊന്നും യാതൊരു കുഴപ്പമില്ല. അധികം പൊക്കമില്ലാത്ത മാവാണ് ഇത്. കണ്ടോ, ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള വേറൊരു മാങ്ങയാണ്. ഇത് നല്ല ടേസ്റ്റിയാണ്. പഴുത്തിട്ടില്ല, പാകമായിട്ടില്ല. നമുക്കിത് ഇങ്ങനെ ഞെക്കി നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതധികം തൊലി കളർ വ്യത്യാസമൊന്നും വരുന്നില്ല, പക്ഷേ പഴുത്ത് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് നോക്കട്ടെ. ഇത് കൊള്ളാം കേട്ടോ. ഇത് നല്ല പഴുത്തിട്ടുള്ള ഇതാണ്. പക്ഷേ ഇത് കണ്ടോ, കിളി കൊത്തിയിരിക്കുവാണ്. അതുകൊണ്ട് കളഞ്ഞേക്കാം. അതുകൊണ്ട് നമുക്ക് അടുത്ത മാവിൻ തോട്ടത്തിലേക്ക് പോകാം. ഇത് കണ്ടോ, ഇത് നമ്മൾ വിചാരിക്കും കളറൊക്കെ കാണുമ്പോഴേ പഴുത്തെന്ന് കരുതും. പക്ഷേ ഇതൊന്നും പഴുത്തിട്ടില്ല എന്നതാണ് സത്യം. കണ്ടോ, കളറൊക്കെ മാങ്ങയുടെ കളർ കണ്ടോ. ഇതേ വേറെ ഇതൊക്കെ മുമ്പേ വിളവെടുക്കേണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാങ്ങക്ക് വിലയിടിഞ്ഞ സമയത്തേ ഇവിടുത്തെ കർഷകർക്ക് പിന്നെ മുതലാവാത്തൊരു റേറ്റ് വന്നു. ഇവിടെ 3 രൂപയൊക്കെയാണ് കിലോന് റേറ്റ് വന്നത്. അപ്പോൾ 3 രൂപക്ക് ഈ മാങ്ങ പാട്ടെടുത്ത ആൾക്കാർക്കത് പറിച്ച് വണ്ടി കയറ്റി കടയിൽ ഏൽപ്പിക്കുമ്പോഴേക്കും മുതൽ പോലും കിട്ടത്തില്ല. അതുകൊണ്ട് ഒഴിവാക്കുമായിരുന്നു. ഇപ്പോൾ വിലയിൽ ചെറിയ വ്യത്യാസം വന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം വന്ന് ഒട്ടുമിക്ക മാവേന്നും മാങ്ങ പറിച്ച് കൊണ്ടുപോയത്. ഇതുണ്ടോ, ഇത് ഫുള്ള് പച്ചയാണ്. ഇതൊന്നും പാകമായിട്ടില്ല. ഇതേ അടുത്ത വേറൊരു ഇതാണ് കേട്ടോ. നമുക്ക് അത് കണ്ടിട്ട് പഴുത്തതാണെന്ന് തോന്നുന്നു ഇല്ല കേട്ടോ. അതും ഇതാണ്ടോ അടുത്ത പുള്ളിക്കാരനാണ്, നമ്മുടെ കൂടെയുള്ളതാണ്. ഇതേ മാങ്ങയൊക്കെ പറിച്ചുകൊണ്ട് വരുവാണെങ്കിൽ ചിരിച്ചുകൊണ്ട്. ഇതേ അടുത്ത മാങ്ങ. ആ കൂടുതൽ കാണുന്നത് മാങ്ങയാണ് കേട്ടോ, പഴുത്ത. ഞങ്ങളിപ്പോൾ പഴുത്ത മാങ്ങ മാത്രമേ നോക്കുന്നുള്ളൂ. പഴുത്ത മാങ്ങ മാത്രം പറിച്ച് അതാണ്ടോ പുള്ളി അങ്ങനെ ഒരെണ്ണം ചാടി പറിച്ചു. ഇതേ അടുത്ത മാങ്ങ പഴുത്തത് ഇത് ഇങ്ങനെ പറിക്കുകയാണ്. പിന്നെ ആദ്യമായിട്ടായതുകൊണ്ട് കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ട് കേട്ടോ സംസാരത്തിൽ. അതൊന്നും ഇത് കണ്ടോ, അടുത്ത് ഇങ്ങനെ പഴുത്ത് കിടക്കുന്നു. പക്ഷെ അധികം പഴുത്തിട്ടില്ല, അന്നാലും കഴിക്കാം. ഇതേ അടുത്ത ഒരെണ്ണം പറിച്ചു. ഇതേ അടുത്തത്. ഇത് പഴുത്തിയാണ് കേട്ടോ. ഉണ്ടോ, ഇതാണ് ഷൈൻ ചേട്ടോയി. അതിൻ്റെ മുകളിലുണ്ട് കേട്ടോ ഒരെണ്ണം. അത് പറിക്കാൻ പറ്റത്തില്ല അല്ലേ.
ഇതേ ഉണ്ടോ? ഒരെണ്ണം കൂടി കിട്ടി. അടുത്ത മാവിലേക്ക് നമ്മൾ പോവുകയാണ്. ഉണ്ടോ? ഇവിടെ വന്നിട്ടിപ്പം ഫുഡ് തീറ്റി കുറവാട്ടോ. മാങ്ങ തന്നെയാണ്. ഒരു ദിവസം കുറഞ്ഞത് 10 എണ്ണമെങ്കിലും കുറഞ്ഞത് കഴിക്കും. ഇതേ അടുത്ത ഒരെണ്ണം. ഇത് ഏകദേശം ഒരേ ഷേപ്പിലുള്ള മാങ്ങകളുണ്ട്, പക്ഷേ ടേസ്റ്റ് പലതിൻ്റെയും പല തരത്തിലാണ് കേട്ടോ. ഉണ്ടോ? ആ മാങ്ങകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടോ? പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ചില മാങ്ങക്കേ ഇതുപോലെ കളർ കണ്ടു കഴിഞ്ഞാലും നമ്മൾ ഞെക്കി നോക്കുമ്പോഴേ കറക്റ്റ് പാകമായിട്ട് കാണിക്കത്തില്ല. ഇത് കണ്ടോ? ഇത് കറക്റ്റ് പാകമായിട്ടില്ല. 2 ദിവസം കഴിയുമ്പം വീണ്ടും വരാം പഠിക്കാൻ. ഇതാ പുള്ളി ഒരെണ്ണം അകത്താക്കുകയാണ്. മാങ്ങ നമ്മളെ കൊതിപ്പിക്കാൻ വേണ്ടി. ഇത് കണ്ടോ? ഇതേ നമ്മളടുത്ത് മാവിൻ്റെ ചുവട്ടിലോട്ടേക്ക് പോവുകയാണ്. ഇതേ അവിടെ ഒരു മാവുണ്ട്. ആ മാവിൻ്റെ മുകളിലേക്ക് നമുക്ക് നോക്കാം. തിരിച്ചേ നമുക്ക് ഇതുവഴി തന്നെ വരാം. അവിടെ ഒരു നല്ല നീളമുള്ള മാങ്ങയില്ലേ, അത് കണ്ടായിരുന്നു. അത് നമുക്ക് നോക്കാം. ഇത് കണ്ടോ? ഇതാണ് ഇനി അടുത്ത നമ്മുടെ മാവിലേക്ക് പോവുകയാണ് കേട്ടോ. ഇത് വീണ്ടും ഇതേ വേറെ. ഇത് കണ്ടോ? ഇത് അധികം പാകമായിട്ടുള്ള ഇതാ. ഇത് കേടല്ല ഇതാണ് കേട്ടോ. പിന്നെ വേണ്ടേ ആ കവറ് ഇതുണ്ട്. ഇതിന് മുകളിലേക്ക് കുറേ പഴുത്ത കിടക്കുന്നുണ്ട്, പക്ഷെ അത് കേട് പോലെ കാണിക്കുന്നു. പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അത്രയും പൊക്കായതുകൊണ്ട്. ഇതാണ്ട് വീണ്ടും അടുത്തൊരു മാങ്ങ കൂടി അകത്താക്കുകയാണ് കൂട്ടുകാരെ, എനിക്ക് തരാതെ. ഇതാണ്ട് ഒരെണ്ണം ഇവിടെ പഴുത്ത് കിടപ്പുണ്ട്. ഇതുണ്ടോ? നല്ലോണം പഴുത്തിയാട്ടോ. ഇതേ അടുത്ത മാവിലേക്ക് പോകണം. ഇതുണ്ടോ? ഒരു മാങ്ങ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടോ? ഇതിന് കൂട്ടാരും ഇല്ല കേട്ടോ. പക്ഷേ ഇത് കണ്ടോ? ഇത് പാകമായിട്ടില്ല. പക്ഷേ ഈ ഒരു മാങ്ങയുടെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിലോട്ടേക്ക് വരുന്ന മാവിലേ ഈ മാങ്ങയാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് 3 കിലോ 100, 2 കിലോ 100 എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വരുന്നത്. പക്ഷേ ആ മാങ്ങയിലൊന്നും പുഴുക്കളോ ഒന്നും ഉണ്ടാകുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ ഇവർ മരുന്നടിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെയുള്ള ഈ മാങ്ങയിലൊന്നും മരുന്നടിക്കുന്നില്ല. ഇത് പറിച്ചതിന് ശേഷമാണോ എങ്ങനെയാണ് മരുന്നടിക്കുന്നത് എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷേ ഇവിടുന്ന് പറിക്കുമ്പം ചില മാങ്ങകളിൽ ഒരു സൈഡ് പുഴുവാണ്. ആ നീളമുള്ള മാങ്ങയിൽ കറക്റ്റ് പഴുത്തത് കിട്ടുന്നില്ല. അതേപോലെ ഈ ചെറിയ മാങ്ങകളിലായാലും ചില മാങ്ങകളിലൊക്കെ പുഴുക്കളാണ്. ഇത് കണ്ടോ? ചോട്ടിലൊക്കെ ഒരുപാട് വീണ് കിടപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ ആരും പറിക്കാതെ അങ്ങോട്ട് ഒഴിവാക്കി വെച്ചേക്കോ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മാങ്ങക്ക് വില കുറഞ്ഞത് കാരണേ ഇതൊക്കെ. ഇതേ അടുത്ത ചെറിയ ഇതെല്ലാം ഏകദേശം ഒരേ സൈസ് മാങ്ങകൾ തന്നെയാണ്. എന്നെങ്കിലും നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരു മാവിൻ തോട്ടമൊന്നും എൻ്റെ കണ്ടതായിട്ട് അറിയത്തില്ല. നിങ്ങളുടെ അറിവിൽ എവിടെയെങ്കിലും ഇതുപോലെ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇതുപോലെ മാവിൻ തോട്ടവും ഇതുപോലെ സീസണായി സമയത്ത് ഇതുപോലെ മാങ്ങകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് തമിഴ്നാട്ടിൽ നിന്നാണ് നമുക്ക് വരുന്നത്. ഏറ്റവും കൂടുതൽ മാങ്ങകൾ വരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണല്ലോ. അപ്പോൾ ഇവിടെ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ നിങ്ങൾക്കിത് കാണിച്ചു തരാമെന്ന് കരുതി. ഇത് കണ്ടോ? കളറ് ഇത് പാകമായതാണ്. അതെ അവിടെ ഒരുത്തൻ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് പാകമായതാണ്. അയ്യോ താഴെ പോയി. ഇതാണ് അത് പഴുത്തിട്ടില്ല. അതാണ്ട് ഇവിടെ ഇത് കണ്ടോ?
ഇതേ അടുത്തൊരു മാങ്ങയാണ്. സൂപ്പർ. ഏതൊരു ചെറിയ മാവിൻ്റെ മുകളിൽ മാങ്ങ കണ്ടിട്ടേ ഇതായിരുന്നല്ലേ. അങ്ങനെ നമ്മൾ മാങ്ങ പറിച്ച് തൽക്കാലം നിർത്തി കേട്ടോ. നാട്ടിലൊക്കെ ആയിരുന്നെങ്കിലേ ഈ മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി കറി വെക്കായിരുന്നു. പഴുത്ത മാങ്ങ പെരക്കും അങ്ങനെയൊക്കെ വെച്ച് കറി വെക്കായിരുന്നു. ഇപ്പോൾ ഇവിടെ അതിനുള്ള നിർവാഹമില്ല. ഇതേ നമ്മൾ വീണ്ടും നമ്മുടെ തിരിച്ച് കമ്പനിയുടെ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കമ്പനിയിൽ മൊത്തം ഭായിമാരാണ് കേട്ടോ. ഭായിമാർ മൊത്തം ഓരോ സെക്ഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ ഇവിടെ ഒരു ഗേറ്റിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കും ഇവിടെ. ഇതേ ഭായിമാരൊക്കെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിങ്ങനെ കയറാനുള്ളൊരു തയ്യാറെടുപ്പിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി. താങ്ക് യു.